അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്നിലാവിന്റെ മജ്‌ലിസിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട 10,000-കണക്കിന് കുടുംബങ്ങളെ, യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ട് നിറകണ്ണുകളോടെ പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ആയിരങ്ങൾ ആമീൻ പറയുന്ന സദസ്സിൽ നിന്ന് ഞങ്ങളെ പ്രയാസങ്ങളെ, രോഗങ്ങളെ, കഷ്ടപ്പാടുകളെ, സങ്കടങ്ങളെ, നൊമ്പരങ്ങളെ, പ്രതിസന്ധികളെ, പർവ്വത സമാനമായ സങ്കടഭാരങ്ങളെ എല്ലാം മുരുകി തീർക്കുന്ന വിഷമങ്ങളെ എല്ലാം മാറ്റിത്തരണം അല്ലാഹ് എന്ന് പറഞ്ഞ് ആമീൻ പറയുമ്പോ ഈ പവിത്രമായ മജ്‌ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ബർക്കത്തുള്ള പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളെ പെണ്ണുണ്ടല്ലോ, നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു പുതുമാറിയായി കടന്നു വന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ ഒരു ബർക്കത്തുള്ള ഭാര്യയാണെങ്കിൽ, ആ ഒരു പെണ്ണ് ബർക്കത്തുള്ള പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞു തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമെന്താ? ഒരു ബർക്കത്തുള്ള പുതിയ ആപ്പിളയാണ്, ഒരു ബർക്കത്തുള്ള പുതുമാരനാണ്, ഒരു ബർക്കത്തുള്ള ഭരണയാണ്, ഒരു ബർക്കത്തുള്ള കല്യാണ ചെറുക്കന് അല്ലാഹു നൽകുന്നതാണ്. ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാ. നബിയെ, ഏത് കാര്യങ്ങളാണ് നബിയെ ഒരു പെണ്ണ് ബർക്കത്തുള്ള പെണ്ണാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് നബിയെ? ഞങ്ങളെ ഭാര്യമാരെ ബർക്കത്തുള്ള ഭാര്യയാണോ? ഞങ്ങളെ ഭാര്യക്ക് അല്ലാഹു നല്ല ബർക്കത്ത് കൊടുത്തിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന് അല്ലാഹു നല്ല ബർക്കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് റസൂലേ അറിയുന്നത് നബിയെ? അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു തരണം റസൂലേ, ഞങ്ങൾക്കതൊന്ന് പറഞ്ഞു തരണം ഇൻഷാ അല്ലാഹ്. അറിവിന്നിലാവിന്റെ 117ാമത്തെ മജ്‌ലിസിലൂടെ 10,000-ങ്ങളെ സാക്ഷിയാക്കി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് പറയാൻ പോവുകയാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, പണ്ഡിത മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. 4 കാര്യങ്ങൾ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എണ്ണി പറയുകയാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയട്ടെ, 4 കാര്യങ്ങളാണ് സഹാബ ഒരു പെണ്ണ് ബർക്കത്തുള്ള പെണ്ണാണെന്ന് അറിയണമെങ്കിൽ, ഒരു പെണ്ണിന്റെ ബർക്കത്തുള്ള പെണ്ണിന്റെ അടയാളങ്ങൾ 4 എണ്ണമാണ് സഹാബ. ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങള് ഏതെങ്കിലും ഒരു പെണ്ണിനുണ്ടോ സഹാബ? ആ പെണ്ണ് ബർക്കത്തുള്ള പെണ്ണാ. ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനില്ലേ? അല്ലാഹുവിനോട് ദുആ ചെയ്യണം നമ്മള്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ ബർക്കത്തിന്റെ വഴികളിൽ നീ എനിക്ക് തുറന്നു തരണേ അല്ലാഹ്. ആ ബർക്കത്തിന്റെ വഴികളെ നീ എനിക്ക് തുറന്നു തരണേ അല്ലാഹ്. അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാം. സമയത്തിനനുസരിച്ച് അത് നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങൾ പറയുമ്പോ ഈ 4 കാര്യങ്ങൾ ഇല്ലാത്തവര് സങ്കടപ്പെടുന്നു വേണ്ട. ഉസ്താദ് പറയാൻ പോകുന്ന 1ാമത്തെ കാര്യം എന്തായിരിക്കും? വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോ 1ാമത്തത് പറയുമ്പോ ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ചിലർക്ക് അത് സങ്കടം ഉണ്ടാവും. ഞാനേ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് പറയാം, ഒരിക്കലും സങ്കടപ്പെടണം. 1ാമത്തെ വിഷയം പറയുമ്പോൾ അല്ലാഹുവേ ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നു വേണ്ട. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് സങ്കടാവുമെന്ന് എനിക്കറിയാം. ഈ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലും പറഞ്ഞതാണ്. മുത്തുനബി പറഞ്ഞ 1ാമത്തെ ബർക്കത്തിന്റെ കാര്യം ഇതെന്റെ ജീവിതത്തിൽ വരാഞ്ഞിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കും പരാതി എത്തിയതാണ്. അന്ന് മുത്തുനബി സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ ഈ 4 കാര്യങ്ങൾ മാത്രമേ ബർക്കത്തുള്ളൂ, ഇതില്ലാത്തവരൊന്നും ബർക്കത്തില്ല പെണ്ണാണ് എന്നർത്ഥമൊന്നുമില്ല കേട്ടോ. ഈ 4 കാര്യങ്ങൾ ഉള്ള പെണ്ണിന് മാത്രമേ അല്ലാഹു ബർക്കത്ത് കൊടുക്കുള്ളൂ. ഇതില്ലാത്ത പെണ്ണുങ്ങൾക്കൊന്നും അല്ലാഹു ബർക്കത്ത് കൊടുക്കില്ല. അങ്ങനെ നിങ്ങൾ ആരും അർത്ഥം വെക്കരുത്. പിന്നെ ഉസ്താദ് ഞങ്ങളൊക്കെ ബർക്കത്തില്ലാത്ത പെണ്ണാക്കി, അങ്ങനെ ആരും അർത്ഥം വെക്കാതിരിക്കാൻ അത് പറയണത്. 4 കാര്യങ്ങൾ ബർക്കത്തുള്ളതാണ്.
പക്ഷേ ചിലർക്കുള്ള ബർക്കത്ത് അല്ലാഹു പെട്ടെന്ന് കൊടുക്കും, ചിലർക്ക് താമസിച്ചിട്ടാണ് അല്ലാഹു നൽകുന്നത്. അതെങ്ങനെയാണ്? അതുകൊണ്ടാണ് നമ്മൾ ബർക്കത്തിനെ നിരന്തരം ചോദിച്ചു വാങ്ങണം. നമ്മൾ ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ വിഷയത്തിലും ബർക്കത്ത് തരണേ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്താണി. 10,000 ദ്വാരക്കുന്ന സദസ്സല്ലേ, ഒരു 3 വട്ടം എല്ലാവരും ദുആ ചെയ്താണി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ. ഒന്നുകൂടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ. ഒന്നുകൂടി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബർക്കത്ത് തരട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ ബറകത്തിൽ മർഗതി, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ബറക്കത്ത് എന്താണ്? ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ബറക്കത്തിൽ പെട്ടതാണ് സുറഅത്തു തസ്വീജിഹാ. സുറഅത്തു തസ്വീജിഹാ, ആ പെണ്ണിന്റെ വിവാഹം പെട്ടെന്ന് നടക്കുക എന്നുള്ളത്, ആ പെണ്ണിന് അല്ലാഹു പെട്ടെന്ന് വിവാഹം ശരിയാക്കുക എന്നുള്ളത് അല്ലാഹു ആ പെണ്ണിന് നൽകുന്ന ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് കല്യാണം ശരിയാവുക എന്നുള്ളത് അല്ലാഹു തരുന്ന ബർക്കത്താണ്. പെടുന്നനെ വിവാഹം ശരിയാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്നൊരു ബർക്കത്താണ്. അല്ലാഹു നമുക്ക് തരുന്നൊരു ബർക്കത്താണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു നമ്മുടെ കല്യാണം, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ കല്യാണം അല്ലാഹു പെട്ടെന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കല്യാണം അല്ലാഹു പെട്ടെന്ന് എളുപ്പമാക്കി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരൊറ്റ കാണലിലൂടെ തന്നെ അല്ലാഹു നിങ്ങളെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി തന്നു എന്നുണ്ടെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങളെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണമല്ലാ, ഞങ്ങളെ സഹോദരിമാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എത്ര ആളുകളുണ്ട് കല്യാണം കഴിയാതെ വിഷമിക്കുന്നവരെ? പലരും ചോദിക്കും, ഉസ്താദേ, അവർക്കൊന്നും അപ്പൊ ബർക്കത്തില്ലാത്തവരാണോ? കല്യാണം ശരിയാവാത്തവരെ ബർക്കത്തുള്ളതാണോ എന്ന് നമുക്ക് സംശയം വരണ്ട. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് മഹാനായ ഖസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ ഉദ്ധരിക്കുന്നത് കാണാം. മഹാനവറുകൾ പറയുകയാണ്, ഒരു പെണ്ണിന് അല്ലാഹു തന്ന ബർക്കത്തിന്റെ അടയാളമാണ് ഒരൊറ്റ കാണലിലൂടെ തന്നെ സ്വലാഹിയത്തുള്ള പുതിയ പ്രിയയുടെ ഭാര്യയായിട്ട് ആ പെണ്ണ് മാറുന്നതെന്ന് മഹാനായ ഇമാമുനാ ഖസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹ്, ടെൻഷനായി. നിങ്ങൾ അങ്ങനെ പറയരുത്, അത് നമുക്കതില്ല. അല്ലാഹുവേ, ആ കമന്റ് കാണുമ്പോ സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ സംശയത്തിലായിരുന്നു. അല്ലാഹുവേ, ഇത് കുറെ സഹോദരിമാർക്ക് സങ്കടാകുമോ, കുറെ സഹോദരിമാർക്ക് വിഷമാകോ എന്നുള്ളത് എന്റെ മനസ്സിൽ ആദ്യം തന്നെ ഓടിയിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട. പക്ഷേ ആ ബർക്കത്ത് നിങ്ങൾക്കും വരും, ആ ബർക്കത്ത് നിങ്ങൾക്കും വരും. പക്ഷേ അത് അല്ലാഹു ഖൈറാക്കിയ ഒരു സമയത്തുണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ആ ബർക്കത്ത് കിട്ടിയാൽ മതി. അങ്ങനെ പോരെ? അല്ലാഹു ഖൈറാക്കിയ സമയത്ത് നമുക്ക് കല്യാണം ശരിയായ പോലെ സഹോദരിമാരെ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാനിത് പറയുമ്പോ ഞാനത് ഉറപ്പിച്ചതാണ്. ഈ വിഷയം പറയുമ്പോ ഇപ്പൊ കല്യാണം മുടങ്ങി നിൽക്കുന്ന സഹോദരങ്ങളുണ്ടാവും, സഹോദരിമാരുണ്ടാവും. പെട്ടെന്ന് കല്യാണം ശരിയാവുക എന്നുള്ളത്
പെട്ടെന്ന് കല്യാണം, ഒരൊറ്റ കാണലിൽ തന്നെ കല്യാണം ശരിയാവുക എന്നുള്ളത് ആ പെണ്ണിനും ആ ചെറുക്കനും അള്ളാഹു നൽകിയ ബർക്കത്താണ്. അപ്പൊ ചില സഹോദരന്മാർ ചിന്തിക്കും, അല്ലാഹ് എന്നെ 1, 2, 3, 5, 10 തവണ കണ്ടുപോയല്ലോ, എന്നിട്ടൊന്നും എന്റെ കല്യാണം ശരിയായില്ലല്ലോ റബ്ബേ. ഉസ്താദ് പറഞ്ഞതുപോലെ, മുത്തുനബി പറഞ്ഞതുപോലെ ആ ബർക്കത്ത് എനിക്ക് കിട്ടിയിട്ടില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ചില ആളുകളെ പ്രായമായിട്ടുണ്ടാവൂല, പക്ഷേ അവരുടെ പഠനത്തിന് യോജിച്ച ഒരു കല്യാണം, അവരുടെ പഠനത്തിന് അവരുടെ വിദ്യാഭ്യാസത്തിന് യോജിച്ച ഒരു കല്യാണം ശരിയായിട്ടുണ്ടാവൂല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കല്യാണം നീങ്ങിപ്പോകുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കല്യാണം മുടക്കിയിട്ട്, മറ്റുള്ള ആളുകൾ ദേശത്തിന്റെ പേരിൽ കല്യാണം മുടക്കിയിട്ട് കല്യാണം ശരിയാവാതെ നീണ്ടുപോകുന്നവരുണ്ടാവും. അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കരുതും, അള്ളാഹുവേ ഈ ബർക്കത്ത് എനിക്കില്ലേ, ഈ ബർക്കത്ത് എനിക്കില്ലേ. അള്ളാഹ് അങ്ങനെ ആരും കരുതരുത് കേട്ടോ. ആ കമന്റ് ഒക്കെ കാണുമ്പോ സങ്കടം. അല്ലാഹുവേ അങ്ങനെ ആരും കരുതരുത് കേട്ടോ. നിങ്ങളൊരു 3 സ്വലാത്തിൽ കല്യാണം കഴിയാത്ത നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും വേണ്ടി അല്ലാഹ് പറഞ്ഞപ്പോ തന്നെ വിഷമായി. അങ്ങനെ നിങ്ങൾ ആരും കരുതരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് സങ്കടം സാരമില്ല, ഞാൻ പറഞ്ഞു തരാം. അതിനൊരു മാർഗ്ഗം ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ പറയുന്നുണ്ട്. ഒരു 3 സ്വലാത്തിൽ എല്ലാവരും ചൊല്ലി നമ്മുടെ കുടുംബത്തിലെ കല്യാണം ശരിയാവാത്ത അറിവിന്ദിലാവിന്റെ സഹോദരിമാർ നമ്മുടെ സഹോദരിമാരാണ്. അറിവിന്ദിലാവിന്റെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ സഹോദരിമാരാണ്. ഇന്ന് ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട കുടുംബം വിളിച്ച് അവർ പറഞ്ഞു, എന്റെ സഹോദരന്റെ കല്യാണം ശരിയാവുന്നില്ല. പലരും വന്നിട്ട് കല്യാണം മുടക്കാണ്, പലരും കല്യാണം മുടക്കാണ്. വളരെ വിഷമം പറഞ്ഞത് പയ്യോളിയിൽ ഉസ്താദേ, ഞങ്ങള് അറിവിന്ദിലാവ് കാണാറുണ്ട്. എന്റെ അനിയന്റെ കല്യാണം ശരിയാവാൻ വേണ്ടിയാണ് വീടിന്റെ അടുത്തുള്ളവർ മുടക്കാണ്, അത് ശരിയാവാൻ ഉസ്താദ് മജ്ലിസ് നിന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അവരൊക്കെ നമ്മുടെ അറിവിന്ദിലാവ് കാണാണ്. ഞങ്ങള് ഒരു ഹിന്ദു കുടുംബമാണ്, ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് പ്രാർത്ഥിക്കണം. നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹു അത് ശരിയാക്കി തരും, അള്ളാഹു അത് ശരിയാക്കി തരും. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും കല്യാണം ശരിയാവാൻ ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. 10,000-കണക്കിന് സ്വലാത്ത് ഇപ്പൊ മദീനയിലേക്ക് നമുക്ക് ചൊല്ലാം. എല്ലാവരും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ അറിവിന്ദിലാവിൽ വെച്ച് 10,000-ങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് സ്വലാത്തുകൾ എന്റെ ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കല്യാണം ശരിയാവാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കല്യാണം പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്, പെട്ടെന്ന് നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്, പെട്ടെന്ന് നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങാണ്, പല കാരണങ്ങൾ കൊണ്ട് പുറമാണ്, പല തടസ്സങ്ങളെ കൊണ്ട് മുടങ്ങുകയാണ് അല്ലാഹ്. അറിവിന്ദിലാവിന്റെ സഹോദരിമാർ ഞങ്ങളെ സ്വന്തം സഹോദരിമാരാണ്, അറിവിന്ദിലാവിലുള്ള സഹോദരങ്ങൾ ഞങ്ങളെ സ്വന്തം സഹോദരങ്ങളാണ്. അല്ലാഹുവേ റാഹത്തുള്ള കല്യാണം പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. തടസ്സങ്ങളെല്ലാം മാറ്റണമല്ലാഹ്, തടസ്സങ്ങളെല്ലാം മാറ്റണമല്ലാഹ്, തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റബ്ബേ. കല്യാണം മുടക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരെ ശർറിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമല്ലാഹ്, അവരെ ശർറിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞങ്ങളെ കല്യാണം ഉസ്താദേ പെട്ടെന്ന് ശരിയായില്ലല്ലോ എന്ന് കരുതിയിട്ട് മനസ്സിന്റെ അകത്ത് സങ്കടം വരേണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ബറക്കത്താണ്. ഒരു പെണ്ണിന് അല്ലാഹു ബറക്കത്ത് കൊടുത്തതിന്റെ ഒന്നാമത്തെ അടയാളമാണ് സുറഅത്തു തസ്വീദിഹാ. അവളെ കല്യാണം പെട്ടെന്ന് എളുപ്പമാകലേ, ഒരു മുടക്കമില്ലാതെ കല്യാണം നടക്കലേ, ഒരു മുടക്കമില്ലാതെ കല്യാണം നടക്കലേ. അവളെ കാണാൻ വരുന്ന പുതുമാരൻ നല്ല സ്വാലിഹായ പുതുമാരനാണോ? അവളെ കാണാൻ വരുന്ന ഒരു പുതുമാരൻ പണ്ഡിതനായ പുതുമാരനാണോ? അവളെ കാണാൻ വരുന്ന ചെറുക്കന്റെ സ്വലാഹിയത്തുള്ള 5 വക്ത് നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സുഹൃതങ്ങൾ ചെയ്യുന്ന, കല്ല് കുടിക്കാത്ത, കഞ്ചാവ് വലിക്കാത്ത, ഹറാമിയത്തില്ലാത്ത ഒരു സ്വാലിഹായ പുതുമാരനാണോ? ആ പുതുമാരൻ നിന്നെ തേടി വരുന്നത് നിന്റെ ബർക്കത്താണ് മോളെ, നിന്റെ ബർക്കത്താണ് പെങ്ങളെ. അത് അല്ലാഹു നിനക്ക് ഏകി തന്ന ബർക്കത്തിന്റെ തുള്ളികളാണ് മോളെ. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചുള്ള റസൂലേ, അങ്ങനെ കല്യാണം കഴിയാത്ത സഹോദരങ്ങളുണ്ടല്ലോ, കല്യാണം കഴിയാത്ത സഹോദരിമാരുണ്ടല്ലോ, അവരെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അതും ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. എനിക്കറിയാം, അറിവിൻ നിലാവിൽ ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോ, ഈ വിഷയം ഞാൻ പറയുമ്പോ പല കുടുംബങ്ങൾക്കും സന്തോഷമായേക്കാം. കാരണം എന്താണ്? അവർ ചിന്തിക്കുന്നത് എന്റെ കല്യാണം പെട്ടെന്ന് ശരിയായില്ലോ എന്നാണ്, അല്ലേ? മാഷാ അല്ലാഹ്, എന്നെ ഒന്നാമത്തെ കാണാൻ തന്നെ നല്ലൊരു ചെറുക്കൻ വന്നു, നല്ലൊരാള് വന്നു, അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്റെ കല്യാണം പെട്ടെന്ന് ശരിയായി. അത് ബർക്കത്താണ്, ശരിയാണ്. അതല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പുതിയാപ്പളിനെ കിട്ടി, എനിക്ക് നല്ലൊരു പുതുമാരനെ കിട്ടി, എനിക്ക് നല്ലൊരു ഇക്കയെ കിട്ടി. അപ്പോ ആ നിലക്ക് അവർക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് സങ്കടം വരും. കാരണം എന്താ? എന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ, അല്ലാഹ് എനിക്ക് ആ ബർക്കത്ത് അല്ലാഹു തന്നിട്ടില്ലേ, സങ്കടപ്പെടണ്ട. അല്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ റബ്ബേ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണം, എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ കല്യാണം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ കല്യാണം ഇപ്പോഴും ശരിയായിട്ടില്ലല്ലോ നാഥാ. അപ്പൊ ഞങ്ങളെ കുടുംബത്തിന് ആ ബർക്കത്തില്ലേ? അങ്ങനെ ആരും സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാളും സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം എന്തെന്നറിയോ? മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹു നമുക്ക് ബർക്കത്ത് തരുമ്പോൾ, അല്ലാഹു നമുക്ക് ബർക്കത്ത് തരുമ്പോ അത് നല്ല സന്തോഷമുള്ള സമയത്തല്ലേ ആ ബർക്കത്ത് നമുക്ക് വേണ്ടത്? നല്ല സമാധാനമുള്ള സമയത്താണ്, അല്ലാഹു നമുക്ക് ഖൈറാക്കിയ സമയത്താണ് ആ ബർക്കത്ത് വേണ്ടത്. പല സഹോദരിമാരും ചിന്തിക്കും, ഉസ്താദേ എന്റെ കല്യാണം ശരിയായിട്ടില്ല. പെങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കിയ സമയമുണ്ടാകും. ആ സമയത്ത് അല്ലാഹു നല്ല കല്യാണം തരും. നിങ്ങൾക്ക് അല്ലാഹു ഖൈറാക്കിയ ഒരു സമയമുണ്ടാകും. ആ സമയത്ത് അല്ലാഹു നല്ലൊരു കല്യാണം ശരിയാക്കി തരും. ഖൈറല്ലാത്ത സമയത്ത് കല്യാണം വേണ്ട മോളെ, മോളെ. ഏതെങ്കിലും ഒരു ചെറുക്കൻ വന്നുകൊണ്ട് നിന്നെ കല്യാണം കഴിച്ചു പോയിട്ട് അവൻ നമസ്കരിക്കാത്തവനാണ്, നോമ്പെടുക്കാത്തവനാണ്, അവൻ ജീവിതത്തിൽ ഒരുപാട് ഹറാമിത്ത് ചെയ്യുന്നവനാണ്, അവൻ ജീവിതത്തിൽ മദ്യപിക്കുന്നവനാണ്, അവൻ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാത്തവനാണ്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അറിവിനിലാവിന്റെ പൊന്നുമോളെ, അറിവിനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ, നീ ഇറങ്ങിപ്പോയത് കൊണ്ട് കാര്യമുണ്ടോ? പ്രിയപ്പെട്ട പെങ്ങളെ, സങ്കടപ്പെടണ്ട, കണ്ണീര് കുടിക്കണ്ട, വിഷമം പറയണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനല്ലായിരുന്നു, അല്ലാഹു നല്ല സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സ്വഹാബിയല്ലേ. ആ സ്വഹാബിയുടെ മുമ്പ് വന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞ ചരിത്രം താരീഖ് മദീന പറഞ്ഞു തരുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഞങ്ങൾ പാവ
പാവപ്പെട്ട കുടുംബമാണ്, ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ്. എന്റെ പുന്നാര തങ്കക്കുടത്തിന് ഒരു കല്യാണം ശരിയാവണം തങ്ങളെ, ഒരു കല്യാണം ശരിയാവണം തങ്ങളെ, ഒരു കല്യാണം ശരിയാവണം തങ്ങളെ. സാമ്പത്തികമായി ഞങ്ങൾ പിറകിലാണ്, ഒന്നുമില്ല തങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തങ്ങളെ. അതുകൊണ്ട് തങ്ങളെ നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ കല്യാണമെന്ന് ശരിയാക്കി തരണമെന്ന് പറയുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ പൊന്നുമോളെ കല്യാണം കഴിക്കാനുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിച്ചുകൊള്ളാം ഉമ്മ. പക്ഷേ ഏതെങ്കിലും ഒരു കല്യാണം നിങ്ങൾക്ക് വന്നിട്ട് ആ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ കണ്ണുനീര് കുടിക്കണ്ട ഉമ്മ. നിങ്ങളെ അയൽവാസിയായ പൊന്നുമോളുടെ കല്യാണം ശരിയായി, നിങ്ങളെ കുടുംബത്തിലെ പെണ്ണിന്റെ കല്യാണം ശരിയായി, നിങ്ങളെ കൂടപ്പുറപ്പായ പെണ്ണിന്റെ കല്യാണം ശരിയായി. പക്ഷേ നിങ്ങളെ പൊന്നുമോളെ കല്യാണം ശരിയാവാത്തതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഉമ്മ, നിങ്ങൾ കണ്ണുനീര് കുടിക്കേണ്ട ഉമ്മ. അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കിയ ഒരു സമയമുണ്ടാകും ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കിയ ഒരു സമയമുണ്ടാകും ഉമ്മ. നിങ്ങളെ പൊന്നുമോൾക്ക് പുതിയൊരു പുതുമാരനെ, ഒരു ബർക്കത്തുള്ള കുടുംബ ജീവിതത്തിലേക്ക് പറ്റിയ ബർക്കത്തുള്ള ഒരു കുടുംബനായകനെ അല്ലാഹു നിങ്ങളെ പൊന്നുമോൾക്ക് തരുന്നതാണ് ഉമ്മ. അതുവരെ കാത്തിരിക്കണമമ്മ, അതുവരെ കാത്തിരിക്കണമമ്മ, അതുവരെ കാത്തിരിക്കണം ഉമ്മ. അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, ഒരിക്കലും നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ, ഒരിക്കലും നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് നോവ് തരാണ് പറഞ്ഞതല്ല മോളെ, ഒരിക്കലും നിങ്ങളെ മനസ്സിന്റെ അകത്ത് വിഷമം തരാണ് ഈ ഉസ്താദ് പറഞ്ഞതല്ല. പക്ഷേ നിങ്ങളും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കാം, എന്റെ കല്യാണം എന്താ ശരിയാവാത്തത് ഉസ്താദേ, എന്റെ കൂടെ പഠിച്ചവള്, എന്റെ അയൽവാസി, എന്റെ കൂട്ടുകുടുംബങ്ങള്, അവരുടെ കല്യാണമൊക്കെ ശരിയായല്ലോ ഉസ്താദേ, എന്റെ കൂടെ പഠിച്ച ചെറുക്കന്റെ കല്യാണം ശരിയായല്ലോ, എനിക്കെന്താ ഒരു പെണ്ണ് കിട്ടാത്തത് ഉസ്താദേ, എനിക്കെന്താ ഒരു പെണ്ണ് ശരിയാവാത്തത്? പലരും മുടങ്ങുകയാണ്, പലരും പറഞ്ഞ് കല്യാണം മുടങ്ങാ. പറയണ്ട മോനെ, മനസ്സിന്റെ അകത്ത് അങ്ങനെയുള്ള ചിന്തകൾക്കൊന്ന് സ്ഥാനം കൊടുക്കേണ്ട ചെറുപ്പക്കാരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പറഞ്ഞതാ പാവപ്പെട്ട ഉമ്മയോടാണെങ്കിൽ 14,000 കുടുംബങ്ങൾ അറിവില്ലാതെ കേൾക്കുമ്പോ ഈ ഉമ്മത്തിനോട് മുഴുവനായിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഉപദേശമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണം എന്നുള്ളത് അല്ലാഹു തരുന്ന അനുഗ്രഹമാണ്. അത് അല്ലാഹു നമുക്ക് ബർക്കത്തിലൂടെ തരുമ്പോഴാണ് അതിൽ അല്ലാഹു സന്തോഷം തരുന്നത്. ചെറുപ്പക്കാരാ, പെങ്ങളെ, എത്ര സഹോദരിമാരാണെന്നറിയോ കല്യാണം കഴിഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന സഹോദരിമാര് എത്രയാണ്, കല്യാണം കഴിഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന ചെറുപ്പക്കാര് എത്രയാണ്. കല്യാണം കഴിഞ്ഞിട്ട് മനസ്സിലേക്ക് സമാധാനമില്ലാതെ, മനസ്സിലേക്ക് സമാധാനമില്ലാതെ ജീവിതം നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു സങ്കടങ്ങളുടെ കണ്ണീരിന്റെ പുഴയിലൂടെ നീന്തി കുളിക്കുന്ന എത്ര സഹോദരിമാരാ. അതുകൊണ്ടങ്ങനെ പരാതി പറയണ്ട, അല്ലാഹു എല്ലാവരുടെ സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കട്ടെ. കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന കണ്ണുനീര് അറിവിലാവിലൂടെ നീ തുടച്ചു കൊടുക്കണമല്ലോ. കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അറിവിലാവിലൂടെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞില്ലേ, ഉമ്മ നിങ്ങളെ പൊന്നുപോൾക്ക് അല്ലാഹു ഖൈറാക്കിയ ഒരു പുതുമാരൻ വരും ഉമ്മ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ വന്നതുകൊണ്ട് കാര്യമില്ല ഉമ്മ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ കണ്ണുനീര് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ ഉമ്മ, പിന്നെ നിങ്ങളെ കണ്ണുനീര് കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അറിവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ,
അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ, അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കിയ പുതുമാരൻ എവിടെയെങ്കിലും ഉണ്ടാകും മോളെ. ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് അവന്റെ കൂടെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു കല്യാണം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കല്യാണം ശരിയായാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. ആ കല്യാണം മുടങ്ങിയാൽ നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. കല്യാണം ശരിയായാലും കല്യാണം മുടങ്ങിയാലും പെങ്ങളെ 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 നിങ്ങൾ പറയേണ്ട ഒരേ ഒരു വാക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ ഒരു വാക്ക് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. എന്റെ കല്യാണം ശരിപ്പെടുത്തിയ അല്ലാഹ്, ഇത് ഖൈറാണെങ്കിൽ എന്റെ കല്യാണം നടത്തി തരണം അല്ലാഹ്. ഇനി പല കാരണങ്ങളാൽ കല്യാണം മുടക്കിയതുണ്ടാവാം. ചില ആളുകൾ കല്യാണം മുടക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. എന്തൊരു ദുരന്തമാണ് റബ്ബേ അവരെ. ലോകത്തിന്റെ ദുരന്തമല്ലേ, പേമാരിയേക്കാൾ പ്രായത്തേക്കാൾ കൊറോണയേക്കാൾ ലോക ദുരന്തമാണ് പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കല്യാണം മുടക്കുന്നവരെ, പാവപ്പെട്ട ചെറുപ്പക്കാരുകളെ കല്യാണം മുടക്കുന്നവരെ. അത് മുസ്ലിമാവട്ടെ, അത് ഹിന്ദുവാവട്ടെ, അത് ക്രിസ്ത്യാനിയാവട്ടെ, പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കല്യാണം മുടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ലോക ദുരന്തങ്ങളാ. ഇവിടെ കൊണ്ടി ഒഴുക്കും പ്രിയപ്പെട്ടവരെ, ഈ പാപഭാരങ്ങളെ, പാവപ്പെട്ട പൊന്നുമോളെ കണ്ണുനീർ എവിടെ കൊണ്ട് ഒഴുക്കും പ്രിയപ്പെട്ടവരെ. പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പിടയുന്ന മനസ്സിന് അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയാതെ രക്ഷപ്പെടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ആരെയും കല്യാണം മുടക്കണ്ട, നമ്മൾ ഒരാളെയും കല്യാണം മുടക്കാൻ നമ്മൾ പോകണ്ട. പാവപ്പെട്ട എത്ര സഹോദരിമാരുണ്ട് കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ, പഴയ കാലത്തെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പൊക്കി പറഞ്ഞ് നടക്കുക, തറവാടിത്തത്തിന്റെ പേരില്, സ്വത്തുതർക്കത്തിന്റെ പേരില്, അതല്ലെങ്കിൽ പിണക്കത്തിന്റെ പേരിൽ, വൈരാഗ്യത്തിന്റെ പേരിൽ കല്യാണക്കാര് വരുന്നതും കാത്തു നിന്നിട്ട് ആ കല്യാണക്കാരെ വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് കല്യാണം മുടക്കുന്നവരില്ലേ. കല്യാണം മുടക്കുന്ന ചെറുപ്പക്കാരുകളുടെ കല്യാണം മുടക്കുന്നവര്, അത് അപകടമാണ് 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 അപകടമാണ്. അത് ഏറ്റവും വലിയ മോശപ്പെട്ട സ്വഭാവമാണെന്ന് നമ്മൾ മറന്നു പോകണ്ട. അല്ലാഹു നമ്മളെ വെറുതെ വിടില്ല, അല്ലാഹു നമ്മളെ വെറുതെ വിടില്ല. നമ്മൾ കാരണം ഒരു പെണ്ണിന്റെ കല്യാണം മുടങ്ങിയാൽ, നമ്മൾ കാരണം ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം മുടങ്ങിയാൽ, അവനൊന്ന് കരഞ്ഞ് പടച്ചിറപ്പിലേക്ക് കൈകൾ ഉയർത്തിയാൽ നമ്മുടെ നമസ്കാരം അല്ലാഹു കബറടക്കി കളയും ചെറുപ്പക്കാരാ. നമ്മുടെ നോമ്പുകൾ അല്ലാഹു കബറടക്കി കളയും ചെറുപ്പക്കാരാ. നമ്മുടെ സുഹൃതങ്ങളെ, നമ്മുടെ ഇബാദത്തുകളെ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്തു പോയ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞാൽ, നമ്മുടെ വാക്ക് കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിച്ചാൽ അല്ലാഹു നമ്മളെ വെറുതെ വിടൂല, അല്ലാഹു നമ്മളെ വെറുതെ വിടൂല, അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. അതുകൊണ്ട് ഒരാളെയും കല്യാണം മുടക്കുന്നവരായി മാറരുത്. നമ്മള് കല്യാണം മുടക്കുന്നവരെ ശർറിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്തെന്നോ ഈ കല്യാണം മുടക്കുന്നതൊക്കെ പ്രായമുള്ള വാപ്പമാരാണ്, പീഡിയക്കലയിൽ ഇരുന്ന് കണ്ട് കല്യാണം മുടക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും ചെറിയ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നല്ലാതെ അത് മൊത്തം അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചില ആളുകളെ ചില ട്രോളുകളൊക്കെ വീഡിയോ ഒക്കെ ഇറക്കുന്നത് കണ്ടാൽ പലപ്പോഴും സങ്കടം തോന്നിപ്പോവാറുണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ ഇറക്കുന്നത്? കല്യാണം മുടക്കുന്നവർ എന്നും മുടക്കിക്കൊണ്ടേയിരിക്കും. അതിൽ പ്രായമൊന്നുമില്ല, അതിൽ പ്രായമൊന്നും തടസ്സമില്ല. നമ്മൾ വിചാരിക്കണത് ഈ പീഡിയ കൊലയിൽ ഇരിക്കുന്ന ബാപ്പാരൊക്കെ കല്യാണം മുടക്കാനായിട്ടിരിക്കുക, ഞങ്ങളെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് രാവിലെ അങ്ങോട്ട് പീഡിയ കൊലയ്ക്ക് പോലെ. അതൊന്നുമില്ല, അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പഴയ കാലത്തുള്ള ബാപ്പമാരൊക്കെ സ്വാലിഹീങ്ങളാണ്.
സ്വാലിഹീങ്ങളാണ്. അവര് പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കടത്തിണ്ണയിലേക്ക് മക്കാനിക്കടയിലേക്ക് ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വരും. ഒരുമിച്ചിരുന്ന സന്തോഷത്തിന്റെ വാക്ക് പറയും, ഒരുമിച്ചിരുന്ന നാട്ടുവർത്തമാനങ്ങൾ പറയും. കുറ്റപ്പെടുത്തലില്ലാത്ത വർത്തമാനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം തലക്കി പിടിച്ചുകൊണ്ട് തെറി വിളിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ഗീബത്ത് പറയുന്നതിനെ കുറിച്ചിട്ടല്ല, നാട്ടിലെ ചെറുപ്പക്കാരികളെ നാട്ടിലെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും കുറ്റം പറയുന്നതിനെ കുറിച്ചല്ല, ആ ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സുന്ദരമായ കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയില്ലേ? നമസ്കാരത്തിന് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി മാഷാ അല്ലാഹ് ടോർച്ചും കയ്യിൽ പിടിച്ചുകൊണ്ട് തലയിലൊരു മുണ്ടും കെട്ടിയിട്ട് അല്ലാഹുവേ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നുപോയി. പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അസമീപത്തുള്ള ചായ മക്കാനിയിൽ കയറി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിരുന്ന വല്ലിപ്പമാരുടെ കാലഘട്ടം. അല്ലാഹുവേ അങ്ങനെ സ്വനാഹിയത്തുള്ള, അങ്ങനെ നന്മയുള്ള, അങ്ങനെ ഹൃദയശുദ്ധിയുള്ള ഒരു വിഭാഗം പാപ്പമാര് ഈ നാട്ടിൽ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാള് കല്യാണം മുടക്കി കഴിഞ്ഞാൽ നാട്ടിലുള്ള പ്രായമുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് പറയില്ലേ? നാട്ടിലുള്ള പ്രായമുള്ള വാപ്പമാരൊക്കെ അങ്ങനെയാണെന്ന് പറയില്ലേ? നാട്ടിലുള്ള പ്രായമുള്ള ഉപ്പമാരൊക്കെ അങ്ങനെയാണെന്ന് പറയല്ലേ? അത് തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തെറ്റിദ്ധാരണയാണ് ചെറുപ്പക്കാരാ, അത് തിരുത്തേണ്ട ധാരണയാണ് മോനെ. നമ്മുടെ നാട്ടിലെ സ്വാലിഹീങ്ങളായ വാപ്പമാര് ഒരിക്കലും നമ്മളെ കല്യാണം മുടക്കൂല. നമ്മുടെ മഹല്ലത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള സ്വാലിഹീങ്ങളായ ഉപ്പമാര് ഒരിക്കലും ഒരാള് കല്യാണം മുടക്കൂല. അവര് കല്യാണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. വെറുതെ അറിയാതെ അതും ഇതും പറഞ്ഞുകൊണ്ട് കുരുത്തക്കേട് വാങ്ങാൻ പാടില്ല. നേരെ മറിച്ച് ചില ആളുകളുണ്ട് കല്യാണം മുടക്കാനായിട്ട് കീഴിത്തൊലയിൽ പോയിരിക്കും, ചായമക്കാനയിൽ, അതല്ലെങ്കിൽ കവലകളിൽ, അങ്ങാടികളിൽ. പുതിയൊരു വാഹനം വരുമ്പോ ആ വാഹനത്തിന്റെ സമീപത്ത് എന്നിട്ട് നിങ്ങൾ എവിടെന്നാ വരുന്നത്? നിങ്ങൾ ഇവിടെ കാണാറില്ലല്ലോ, നിങ്ങൾ പുതിയ ആളുകളാണല്ലോ. അവര് പറയും ഞങ്ങൾ ഇന്ന ചെറുക്കനെ കാണാമെന്നവരാണ്, ഇന്ന ചെറുക്കനെ അന്വേഷിക്കാമെന്നവരാണ്, ഇന്ന പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാമെന്നവരാണ്. അല്ലാഹുവേ, അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് മോശമായി പറയുന്നവരില്ലേ? ആ പെങ്ങളെ കുറിച്ച് മോശമായി പറയുന്നവരില്ലേ? ഈ പാപഭാരങ്ങളൊക്കെ പടച്ചു തമ്പുരാന് വെറുതെ വിടൂലാകുന്ന ചിന്ത മനസ്സിന്റെ അകത്ത് കൊണ്ട് നടന്ന ഒരാളെ കല്യാണം മുടക്കാതെ മനസ്സ് വരൂല. അങ്ങനെയാവണം നമ്മൾ കാരണം ഒരാളെ കല്യാണം മുടങ്ങരുത്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഉസ്താദേ, ഒരു കള്ളുകുടിയെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ചോദിക്കാൻ ഒരാൾ അല്ല, ഇന്ന ആളെ ഇന്ന മോനെ കുറിച്ചിട്ട്, ഇന്ന ആളെ മോനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? 24 മണിക്കൂറും കുടിയനാണ്, 24 മണിക്കൂറും വെള്ളത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ കുറിച്ച് ഒന്ന് ചോദിക്കാം. അല്ലാഹ് അറിവിനിലാവിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കല്യാണം മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആളല്ലേ, ഓ സൂപ്പർ അല്ലേ, ഓ സൂപ്പർ ഉഷാറാണ്, ഓ പള്ളിയിൽ നിന്ന് നീച്ചു പോരില്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കല്യാണം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ അവന്റെ പോലീസ് കൂട്ടണ്ട. അത് വേണ്ട, അത് ഇത് അപ്പോ ഇല്ലാത്തത് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യണ്ട? ഓ സൂപ്പറല്ലേ, ഓൻ അങ്ങനെയാണ്, ഓ ഇങ്ങനെയാണ്, ഓൻ പള്ളിക്കത് നീച്ചു പോരില്ലേ ഇല്ല, ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തത് കൂട്ടിയിട്ട് നമ്മൾ ഒരാളെ കല്യാണം ശരിയാക്കണം. നേരെ മറിച്ചിട്ട് ഉള്ളതോ അത് കുറക്കും വേണം, ഉള്ളത് കുറക്കും വേണം. 5 വക്തിനും പള്ളിയിൽ പോകണോ? അല്ലെങ്കിൽ നാട്ടിലൊരു പ്രയാസം വന്നാലേ, ആരെങ്കിലും നാട്ടിൽ പട്ടിണി കിടന്നാൽ അവർക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവനാണ്. നാട്ടിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ, ജീവന് പോലും വില കൽപ്പിക്കാതെ അതിനു വേണ്ടി എടുത്തു ചാടുന്നവനാണ്. അങ്ങനത്തെ ഒരാളെ കുറിച്ചിട്ട് തിരക്കടൊന്നുമില്ല, തിരക്കടൊന്നുമില്ല, അവനെ കുറിച്ചിട്ട് വല്ല അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായക്കേടുമില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളത് നമ്മൾ കുറക്കും വേണ്ട. ഉള്ളത് പോലെ തന്നെ പറയാം.
അപ്പോ കള്ളുകുടിയനാണ്, ഓന്റെ കല്യാണം ഇപ്പൊ എങ്ങനെ നമ്മൾ ശരിയാക്കാം? നമ്മൾ പറയാം ഓ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ചിലപ്പോ അവിടെ ഇവിടെ പോകുമ്പോ ചിലപ്പോ പല തെറ്റുകള്, മക്കളല്ലേ, ഇപ്പത്തെ കാലഘട്ടമല്ലേ, പലതും സംഭവിക്കാം. പക്ഷെ ചിലപ്പോ കെട്ടുന്ന പെണ്ണ് നല്ല പെണ്ണാണെങ്കിൽ ഓളെ കൊണ്ട് ഇവൻ നന്നായാലോ? അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? കെട്ടുന്ന പെണ്ണ് ചിലപ്പോ നല്ല പെണ്ണാണ്, ആ പെണ്ണിന്റെ വീട്ടുകാർ നല്ല ആളുകളാണ്, കൃത്യമായി നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇവന്റെ കുടി മാറിയാലോ? ഇവൻ നിസ്കരിക്കാൻ തുടങ്ങിയാലോ? എത്ര ആളുകളുണ്ട് അറിവിനിലാപ് കേൾക്കുന്ന കുടുംബങ്ങൾ ഓരോരുത്തരോടും നെഞ്ചോട് ചോദിക്കുക, എത്ര ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ കൊണ്ട് നന്നായ പുതിയാപ്പാള് എത്ര ഉണ്ട്? അങ്ങനെ പറയില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നന്നായ ആളുകൾ എത്ര ഉണ്ട്? നേരെ തിരിച്ചുണ്ട്. അപ്പൊ അങ്ങനെ ഉമ്മമാരെ നല്ല ഞെളിയണ്ട ചില ആളുകൾ അങ്ങനെയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിളിനെ കൊണ്ട് നന്നായ പെണ്ണുങ്ങളില്ലേ? ഉണ്ട്. എത്ര സീരിയല് കാണല് നിന്ന് അറിവിനിലാവ് വന്നതോടുകൂടെ, അതല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ, നമ്മുടെ ഉസ്താദുമാരുടെ, പ്രഭാഷകരുടെ, സാദാത്യങ്ങളുടെ വാഴ വന്നതോടുകൂടെ ലോക്ക്ഡൌൺ കാലത്ത് സീരിയൽ ഇങ്ങനെ അടിച്ചു കയറിനി. പക്ഷേ എല്ലാ ഉലമാക്കളും, എല്ലാ ഉസ്താദുമാരും, എല്ലാ സയ്യിദന്മാരും, എല്ലാ പ്രഭാഷകരും അല്ലാഹ് മജ്ലിസ് നടത്തിയപ്പോ അതിൽ നിന്ന് പിന്മാറിയില്ലേ? ഒരുപാട് കുടുംബങ്ങൾ അതിൽ നിന്ന് പിന്മാറിയില്ലേ? സീരിയലിൽ നിന്ന് പിന്മാറിയില്ലേ കുടുംബങ്ങൾ? പുതിയാപ്പിളെ കൊണ്ട് നന്നായ എത്ര ആളുകളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്? അതങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ട് ഉസ്താദെ, അങ്ങനെ ഉണ്ട്. ഉസ്താദ് അങ്ങനെ പറയണ്ട, ഞങ്ങളെ കൊണ്ടേ പുതിയാപ്പിളെ നന്നാവുള്ളൂ. അതങ്ങനെയൊന്നുമില്ല. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടി വരും. പുതിയാപ്പിളിനെ കൊണ്ട് നന്നായ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് നന്നായ പുതിയാപ്പിളാരുണ്ട്. അതാണ് കുടുംബജീവിതം, അതായിരിക്കണം കുടുംബജീവിതം. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നോരോന്നും ഇങ്ങനെ പറഞ്ഞു കൂട്ടും ചില പെണ്ണുങ്ങള്. അപ്പൊ പുതിയാപ്പിളാർ വന്നിട്ട് അവിടെ ഇടപെടും. അങ്ങനെയൊന്നും പറയരുത്. നല്ലവളാവണം, എന്നെ കണ്ട് പഠിക്കും, നല്ലവളാവണം. എത്ര സഹോദരിമാരെങ്ങനെ നന്നായിട്ടുണ്ട്. അപ്പൊ കല്യാണം മുടക്കുന്നവരാവരുത് നമ്മളെ. അതുകൊണ്ടാണ് അറിവിനിലാപ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, കല്യാണം ശരിയായില്ല എന്ന് കരുതി കണ്ണുനീര് കുടിക്കരുത്. നിങ്ങള് കല്യാണം ശരിയായില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കരുത് നിങ്ങളെ. കാരണം എന്തെന്നറിയോ? നിങ്ങളെ കല്യാണം ശരിയാവാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈറായ ഒരു കല്യാണം അല്ലാഹു എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും മോളെ. നിങ്ങൾക്ക് യോജിച്ച ഒരു പുതുമാരനെ പടച്ച നമ്പുരാൻ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും മോളെ. നിങ്ങളെ പഠനത്തിന് യോജിച്ചൊരു പുതുമാരനാവട്ടെ. ഏതെങ്കിലും ഒരു പുതുമാരനെ കെട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണായിരിക്കാം, നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവളായിരിക്കാം, നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ പുതുമാരൻ അല്ലാഹു എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും മോളെ. ആ പുതുമാരൻ നിങ്ങളെ ജീവിതത്തിലേക്ക് അടുക്കുന്നത് വരെ പലപ്പോഴും കല്യാണങ്ങൾ മുടങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് മോളെ. അങ്ങനെ സമാധാനിക്കണം പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ സമാധാനിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എത്ര ചെറുപ്പക്കാര് പറയും, ഉസ്താദേ എന്റെ കല്യാണം ശരിയായിട്ടില്ല, എന്റെ കൂടെ പഠിച്ചവന് 2 പിള്ളേരായി, എന്റെ കൂടെ പഠിച്ചവൾക്ക് 4 കുട്ടികളായി, എന്റെ കൂടെ പഠിച്ചവന് 5 മക്കളായി, ഇപ്പോഴും എന്റെ കല്യാണം ശരിയായിട്ടില്ല ഉസ്താദേ, ഇപ്പോഴും എന്റെ കല്യാണം ശരിയായിട്ടില്ല ഉസ്താദേ. സങ്കടങ്ങൾ പറയുന്ന ചെറുപ്പക്കാരാ, വിഷമങ്ങൾ പറയുന്ന ചെറുപ്പക്കാരാ, കണ്ണുനീരോടെ സങ്കടം പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങളോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ പറയാം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല ചെറുപ്പക്കാരാ. നിങ്ങൾക്ക് യോജിച്ച പെണ്ണ് എവിടെയെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാകും മോളെ. മോനെ, നിങ്ങൾക്ക് യോജിച്ചൊരു പെണ്ണിനെ അല്ലാഹു എവിടെയെങ്കിലും കാത്തുവച്ചിട്ടുണ്ടാകും മോനെ. നിങ്ങൾ ആരോഗ്യത്തിന് പറ്റിയ, നിങ്ങൾ നല്ലവണ്ണം നോക്കാൻ പറ്റിയൊരു പൊന്നു മോളെ, നമസ്കരിക്കുന്ന ഒരു ഭാര്യയെ, നോമ്പെടുക്കുന്ന ഒരു ഭാര്യയെ, നിങ്ങളെ മക്കളെ പോറ്റി വളർത്താൻ പറ്റിയൊരു ഭാര്യയെ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു കണ്ടുവച്ചിട്ടുണ്ടാകും
കണ്ടുവച്ചിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, അല്ലാഹു കണ്ടുവച്ചിട്ടുണ്ടാകും ചെറുപ്പക്കാരാ. അത് എപ്പോഴാണെന്നറിയൂല, അത് എവിടെയാണെന്നറിയൂല, ഏത് മഹല്ലിലാണ്, ഏത് രാജ്യത്താണ്, ഏത് പ്രദേശത്താണെന്നറിയൂല. അല്ലാഹു ഖൈറാക്കിയ ബന്ധം എവിടെയാണോ, അല്ലാഹു ഖൈറാക്കിയ പെണ്ണ് എവിടെയാണോ, ആ പെണ്ണ് നിങ്ങളെ തേടി വരും ചെറുപ്പക്കാരാ. ആ കല്യാണം നിങ്ങളെ തേടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് വിഷമിക്കണ്ട മോനെ, വിഷമിക്കണ്ട മോളെ, വിഷമിക്കണ്ട മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു കല്യാണത്തിന്റെ വിഷയം പറഞ്ഞ സങ്കടം പറഞ്ഞില്ലേ? ഇല്ല നബിയേ, എന്റെ കല്യാണം ശരിയാകുന്നില്ല നബിയേ, എന്റെ കല്യാണം ശരിയാകുന്നില്ല നബിയേ. ആഗ്രഹമുണ്ട് റസൂലേ, എന്റെ കൂട്ടുകാരുടെ കല്യാണമൊക്കെ ശരിയായപ്പോ എനിക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹം റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹംദല എന്ന സ്വഹാബിയോട് മറുപടി പറഞ്ഞത് എന്തെന്നറിയോ? മോനെ ഹംദല, നിനക്ക് അല്ലാഹു ഖൈറാക്കിയ പൊന്നുമോളെ നിനക്ക് അല്ലാഹു കാത്തുവച്ചിട്ടുണ്ട് മോനെ. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? ഹംദല റളിയല്ലാഹു ജീവിത ചരിത്രം പറയോ ചെറുപ്പക്കാരാ? ഹംദല റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യവാനായ സ്വഹാബിയല്ലേ. അല്ലാഹുവിന്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹംദല റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, കരയല്ല മോനെ, കരയല്ല മോനെ, കരയല്ല മോനെ. നീ കല്യാണം കഴിഞ്ഞാ നിനക്ക് വരുന്ന എല്ലാ കാര്യത്തിലും ക്ഷമിക്കാൻ പറ്റിയ സ്വലാഹിയത്തുള്ള പെണ്ണിനെ അല്ലാഹു നിനക്ക് തരുന്നതാണ് മോനെ. അല്ലാഹുവേ, അങ്ങനെയല്ലേ ഹംദല റളിയല്ലാഹു അൻഹു കല്യാണം നടക്കുകയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി അറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഹംദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലല്ലേ ഹംദല റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ? ഹംദല റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ, കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ ഹംദല? മണിയറക്കകത്തെ പുതുനാരിയുടെ കൂടെ ആദ്യ രാത്രിയിൽ സല്ലപിക്കലുള്ള പുതുമാരനാണ്, ആദ്യ രാത്രിയിൽ കിന്നാരം പറയുന്ന പുതുമാരനാണ്. മണിയറക്കകത്തിരുന്ന് കൊണ്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങേണ്ട പുതുമാരനാണ്. മണിയറക്കകത്തിലുള്ള ഭാര്യയോടെ കഥ പറഞ്ഞിരിക്കുന്ന പുതുമാരനാണ്. മണിയറക്കകത്തിലുള്ള ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന പുതുമാരനാണ്. അല്ലാഹു കൊണ്ടുപോയില്ലേ, അല്ലാഹു കൊണ്ടുപോയില്ലേ, അല്ലാഹു കൊണ്ടുപോയില്ലേ. ഹംദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിൽ പോവാൻ വേണ്ടി വരികയാണ്. റസൂൽ പറഞ്ഞ സ്വഹാബ, ഹദ്ലയെ വിവരം അറിയിക്കരുത്, ഹദ്ലയോട് യുദ്ധത്തിന് പോകുന്ന വിവരം പറയരുത്. കാരണം എന്താ? ഹദ്ല പുതിയ പിള്ളയല്ലേ, ഹദ്ല പുതുമാരനല്ലേ, ഹദ്ല പുതുമാരനല്ലേ, ഹദ്ല പുതുമാരനല്ലേ. ഇന്ന് കല്യാണം കഴിഞ്ഞ ഹദ്ലയല്ലേ. അതുകൊണ്ട് ഹദ്ലയോട് വിവരം പറയല്ല മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാഹ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹംദല റളിയല്ലാഹു അൻഹു ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയുമായിട്ട് മണിയറക്കകത്ത് കഴിയുമ്പോഴാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ആരും ഹംദലയെ വിവരം അറിയിച്ചില്ല, ഒരാളെ പോലെ ഹംദലയോട് വിവരം പറഞ്ഞില്ല. കാരണം എന്തെന്നറിയോ? ഹംദല പുതിയ പിളയാണ്, ഹംദല പുതുമാരനാണ്. ഹംദലയോട് വിവരം പറയണ്ട എന്ന് മുത്തു റസൂലുള്ള പറഞ്ഞതാണ്. കുതിരപ്പുറത്ത് സ്വഹാബത്ത് സഞ്ചരിക്കുകയാണ്. കുതിരയുടെ കാലിന്റെ കുളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഹംദല റളിയല്ലാഹു അൻഹു ഉണരുകയാണ്.
ഹംദല റളിയല്ലാഹു അൻഹു വീടിന്റെ മുൻപിലൂടെയാണ് മുത്തു റസൂൽ പോകുന്നത്, സ്വഹാബത്ത് പോകുന്നത്. ഉടനെ തന്നെ മുത്തു റസൂൽ പറഞ്ഞു, സ്വഹാബ 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 പതിയെ പോവണം സ്വഹാബ, പതിയെ പോവണം സ്വഹാബ. ഹംദലാകുന്ന സ്വഹാബിയുടെ വീടിന്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഹംദല അറിയണ്ട, നമ്മൾ യുദ്ധത്തിന് പോകുന്നത് ഹംദല അറിയണ്ട, നമ്മൾ പോകുന്നത് ഹംദല അറിയല്ല സ്വഹാബ, അറിയാൻ പാടില്ല സ്വഹാബ. കാരണം എന്തെന്നറിയോ, പുതുനാരിയുടെ കൂടെ സല്ലപിക്കൽ രാമല്ലേ സ്വഹാബ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പതുക്കെ പോവാൻ പറഞ്ഞു. അല്ലാഹുവേ, സ്വഹാബത്ത് കുതിരയുടെ ശക്തി കുറക്കുകയാണ്, കുതിരയുടെ വേഗതയുടെ ശക്തി കുറക്കുകയാണ്. പതിയെ 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 കുതിരപ്പുറത്ത് സ്വഹാബത്ത് ഹംദല റളിയല്ലാഹു അൻഹു വീടിന്റെ പരിസരത്തിലൂടെ പോവുകയാണ്. ആദ്യരാത്രി ചെന്ന് കൂട്ടുകാരന്റെ കല്യാണം കുളമാകുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ മണിയറക്കകത്തിയുള്ള പതക്കം പൊട്ടിക്കുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ കല്യാണത്തിൽ നിന്ന് കൂട്ടുകാരന്റെ ശരീരത്തിലേക്ക് കളറൊഴിക്കുന്ന ചെറുപ്പക്കാരാ, പറക്കത്തുള്ള കല്യാണപ്പുരയിൽ ചെന്ന പടക്കം പൊട്ടിക്കൊണ്ടവരെ, മയ്യത്തും വെട്ടിയിലെ പുതിയാപ്പള കൊണ്ടുപോകുന്നവരെ, മോശമായ രൂപത്തിലൊക്കെ പുതിയാപ്പളയും പുതിയ പെണ്ണിനെയും കല്യാണ ദിവസം കൊണ്ടുപോകുന്ന മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന പുതിയ കാലത്തെ യുവത്വമേ, പഠിക്കണം മോനെ, പഠിക്കണം മോളെ, പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം എന്റെ കൂട്ടുകാരാ. മുത്തു റസൂലുള്ള ഒന്നാമത്തെ ആദ്യരാത്രി കല്യാണം കഴിഞ്ഞ ആദ്യരാത്രി, ഹംദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ ആദ്യരാത്രിയാണ്. ആ ആദ്യരാത്രിയിൽ അവർക്കൊരു പ്രയാസമുണ്ടാവാൻ പാടില്ല എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ വേഗത കുറക്കുകയാ, കുതിരയുടെ വേഗത കുറക്കുകയാ. മുത്തു റസൂൽ പറഞ്ഞു, സ്വഹാബ കുതിരക്കുളമ്പടിയുടെ വേഗത കുറക്കൂ സ്വഹാബ. പാപമാണ് മോനെ, മണിയറക്കകത്തി എന്ന ബന്ധുണ്ടാക്കൽ പാപമാണ് മോനെ, പാപമാണ് മോളെ. അത് തമാശയാക്കി എടുക്കേണ്ട ചെറുപ്പക്കാരാ, അത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ അപകടമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സഹാബത്തും അങ്ങനെ പതിയെ പോവുകയാണ്. പക്ഷേ ഹംദല റളിയല്ലാഹു അൻഹു കുതിരയുടെ കാലിന്റെ ശബ്ദം കേൾക്കുകയാ. മണിയറക്കകത്തെ ഭാര്യയോട് സംസാരിച്ചിരിക്കുന്ന മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നതല്ലോ. ഇത് എന്റെ മുത്തു റസൂലുള്ളാഹി സ്വഹാബത്ത് പോവുകയാണല്ലോ. എങ്ങോട്ടാണ് റബ്ബേ? പാതിരാ സമയത്ത് എന്നോട് പറയാതെ പോകുന്നത് എങ്ങോട്ടാണ് അല്ലാഹ്? ഹംദല റളിയല്ലാഹു അൻഹു ഭാര്യയുടെ സമ്മതം വാങ്ങിയിട്ട് കതക് തുറന്ന് നോക്കുകയാണ്. കതക് തുറന്നപ്പോഴാണ് ഹംദല റളിയല്ലാഹു അൻഹു അന്വേഷിക്കുകയാണ്, ആരാണ്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നബിയും സഹാബത്തിനെയും ആക്രമിക്കാൻ വരുന്ന ശത്രുവൈനത്തോട് സമരം ചെയ്യാൻ മുത്തു റസൂലുള്ളാഹി പോവുകയാണ്. ഈ വിവരമറിഞ്ഞ ഉടനെ തന്നെ മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, അല്ലാഹ് പുതിയ പെണ്ണിന്റെ കൂടെ മണിയറക്കകത്ത് കഴിയുന്ന സ്വഹാബിയല്ലേ, ആ പ്രിയപ്പെട്ട സ്വഹാബി പെണ്ണിന്റെ സമ്മതം വാങ്ങിയിട്ട് മോളെ, ഇത് അല്ലാഹ് നമുക്ക് തന്ന ഖൈറായ ദിവസമാണ് മോളെ, മോളെ നിനക്ക് സമ്മതം തരണം മോളെ, നിനക്ക് സമ്മതം തരണം മോളെ, ഞാൻ പോവുകയാണ്, മുത്തു റസൂലിന്റെ കൂടെ സമരത്തിന് ഞാൻ പോവുകയാണ്. ഹംദല റളിയല്ലാഹു അൻഹു പോവുകയാണ്. യുദ്ധം ചെയ്യാൻ മണിയറക്കകത്തിരുന്ന ആദ്യ രാത്രി തന്നെ ഇറങ്ങി ഓടുകയാണ്. സ്വഹാബത്ത് ഹംദല റളിയല്ലാഹു അൻഹു കണ്ടപ്പോ പറയാണ്, ഹംദല വേണ്ട മോനെ, നീ പുതുമാരനല്ലേ ഹംദല, നീ പുതുമാരനല്ലേ ഹംദല, നീ പുതുമാരനല്ലേ ഹംദല,
ഹല്ലല വരണ്ട മോനെ, ഈ മണിയറയിലേക്ക് തിരിച്ചു പോവണോനെ. ഹല്ലല റളിയല്ലാഹു അൻഹു തിരിച്ചു എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ? ഒരു മുഖമൂടി ധരിക്കുകയാണ്. മുത്തു റസൂലെ കണ്ടാലല്ല അനുവദിക്കൂലല്ലോ, സ്വഹാബത്ത് കണ്ടാലല്ല അനുവദിക്കൂലല്ലോ. ഉടനെ തന്നെ ഹല്ലല റളിയല്ലാഹു അൻഹു ഒരു കറുത്ത മുഖമൂടി ധരിക്കുകയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ മാസ്ക് ധരിക്കുകയാണ്. ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മുഖമൂടി ധരിച്ചുകൊണ്ട് പോവുകയാണ് ഹല്ലല. യുദ്ധത്തിൽ എറണാകുളത്ത് പടപൊരുതുകയാണ്. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണ് റബ്ബേ, ആരാണ് റബ്ബേ? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പൊടുന്നനെ ഇടിമിന്നം പോലെ ഇടിവെട്ട് പോലെ യുദ്ധക്കളത്തിലേക്ക് പറന്നിറങ്ങിയ ആ ചെറുപ്പക്കാരൻ ആരാ? യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ്. മറ്റു റസൂലുള്ളാഹി സ്വഹാബത്തും യുദ്ധം വിജയിക്കുകയാണ്. യുദ്ധം വിജയിച്ച ഉടനെ മുത്തു റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബ അന്വേഷിക്കുക, യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റിയ സ്വഹാബത്തിനെ നിങ്ങൾ അന്വേഷിക്കുക. യുദ്ധക്കളത്തിൽ പരിക്ക് പറ്റി കിടക്കുന്ന സ്വഹാബത്ത് എവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ ജനാസ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ സ്വഹാബി ഷഹീദായി കിടക്കുന്ന ആരാണെന്നറിയൂലനാഥാ. മുഖമോടി ധരിച്ച ചെറുപ്പക്കാരനാണ്, മുഖമോടി ധരിച്ച ചെറുപ്പക്കാരനാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഷഹീദായ മയ്യത്തിനെ മുത്തു റസൂലിന്റെ മുമ്പിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് കൊണ്ടു ചെല്ലുകയാണ്. ആരാണെന്നറിയൂല നബിയേ, ആരാണെന്നറിയൂല റസൂലേ, ആരാണെന്നറിയൂല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖമോടി മാറ്റാൻ പറയുമ്പോ മാഷാ അല്ലാഹ് മുഖമോടി അങ്ങ് മാറ്റിയപ്പോ മുത്തു റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞ ചെറുപ്പക്കാരാ, മുത്തു റസൂലുള്ളാഹിന്റെ ഹൃദയമങ്ങ് വല്ലാതെ അങ്ങ് കരഞ്ഞു പോയ സ്വഹാബ. ഇത് എന്റെ ഹല്ലലയാണ്, ഇത് എന്റെ ഹല്ലലയാണ്, ഇത് എന്റെ ഹല്ലലയാണ് സ്വഹാബ. ഹല്ലല ഈ മണിയറക്കകത്തിരുന്ന് ആസ്വദിക്കേണ്ടവനല്ലേ, ഈ മണിയറക്കകത്തിരുന്നവരുടെ ആഘോഷിക്കേണ്ടവനല്ലേ, ഈ മണിയറയിൽ പുതിയ പെണ്ണിന്റെ കൂടെ സന്തോഷിക്കേണ്ടവനല്ലേ. ഹല്ലല 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 നീ സ്വർഗത്തിലേക്ക് പറന്നുപോയി ഹല്ലല. കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രി മണിയറയിൽ നിന്ന് പുതിയ പെണ്ണിന്റെ സമ്മതത്തോടുകൂടെ പടക്കളത്തിൽ ഇറങ്ങി ചെന്ന് യുദ്ധം ചെയ്ത സ്വഹാബിയാണ് മഹാനായ ഹല്ലല. കല്യാണ ദിവസം നമസ്കാരം ആകുന്ന ചെറുപ്പക്കാരാ, കല്യാണ ദിവസം ക്ഷീണം പറഞ്ഞുകൊണ്ട് സുബഹി ഒഴിവാകുന്ന ചെറുപ്പക്കാരാ, കല്യാണ ദിവസം അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തിന്റെ ദിവസമല്ലേ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യത്തിന്റെ ദിവസമാണ്. ആ ദിവസത്തിൽ എത്ര ചെറുപ്പക്കാർക്കാണ് കല്യാണ ദിവസം, എത്ര പുതിയ ആൾക്കാർക്കാണ് ളുഹ്ർ നഷ്ടപ്പെടുന്നത്, എത്ര വീട്ടുകാർക്കാണ് നമസ്കാരം നഷ്ടപ്പെടുന്നത്. കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മളാണ്, കണക്ക് പറയേണ്ടത് നമ്മളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹല്ലല റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ഷഹീദായ സ്വഹാബിയാണ്. ഹല്ലല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ മുത്തു റസൂലുള്ളാഹി പറഞ്ഞു ഹല്ലല റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ ഭാര്യ വന്നിട്ട് പറഞ്ഞു നബിയേ ഞാനും ഹല്ലലയും ബന്ധപ്പെട്ടിട്ടുണ്ട് നബിയേ. നബിയേ ജനാബത്തുകാരനായിട്ടല്ലേ ഹല്ലല റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കരയല്ല മോളെ, കരയല്ല മോളെ, കരയല്ല മോളെ, കരയല്ല മോളെ. ഹല്ലല റളിയല്ലാഹു അൻഹു മണിയറക്കകത്തിനെന്ന് ഇറങ്ങി വരുമ്പോ ജനാബത്തുകാരനാണെങ്കിലും ഞാൻ കാണുകയാണ് പെണ്ണേ, ഞാൻ കാണുകയാണ് പെണ്ണുമോളെ. ആ ഹല്ലല റളിയല്ലാഹുവിന്റെ
ജനാസ മാലാഖമാരെ കുളിപ്പിക്കുന്നത് ഞാൻ കാണുകയാണ് മോളെ. റളിയല്ലാഹു പരിശുദ്ധമായ ജനാസ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാരെ പറന്നിറങ്ങിയിട്ട് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുപോയി മോളെ. റളിയല്ലാഹുവിന്റെ ജനാസ കുളിപ്പിച്ചത് ആരാ? സ്വർഗ്ഗത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ടാണ്. ഇത് ഹദീസാണ്, ചരിത്രമാണ്. ഈ ചരിത്രം ഞാൻ പറഞ്ഞു തന്നത് എന്തറിയോ? ഹല്ലല റളിയല്ലാഹുവിനോട് മുത്തു റസൂൽ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു, ഹല്ലല കല്യാണം പെട്ടെന്ന് ശരിയാവാത്തതിൽ വിഷമിക്കണ്ട. കാരണം എന്താ? മുത്തുനബിക്കറിയാം ഈ പ്രിയപ്പെട്ട സ്വഹാബി ഒന്നാമത്തെ രാത്രിയിൽ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള സ്വഹാബിയാണ്. പക്ഷേ അതിൽ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു പെണ്ണാവണം ആ മണിയറക്കകത്തുള്ള പെണ്ണ്. ഹല്ലല റളിയല്ലാഹുവിന്റെ യുദ്ധത്തിന് പോകുമ്പോ ഒന്നാമത്തെ രാത്രിയാണ് അങ്ങനെ പറഞ്ഞിട്ട് തടയുന്ന പെണ്ണാവരുതേ. നിനക്ക് പറ്റിയ ഖൈറായ പെണ്ണ് ലോകത്തിന്റെ ഏതെങ്കിലും ആകത്ത് കാത്തിരിക്കുന്നുണ്ടാകും മോനെ. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ഹല്ലല റളിയല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് പറ്റിയൊരു പെണ്ണല്ലേ കടന്നു വന്നത്. അല്ലാഹുവേ, ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഒരു പുതിയ പെണ്ണ് ഖൈറായ ജീവിതത്തിൽ ഖൈറായ ബറക്കത്തുള്ള ഒരു പെണ്ണ് ഹല്ലല റളിയല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് വന്നു. ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് അല്ലാഹു അങ്ങനെ ഒരു ഖൈറായ പെണ്ണ് കൊടുത്തത് കൊണ്ടാണ്, ഖൈറായ സ്വഭാവമുള്ളൊരു പെണ്ണിനെ കൊടുത്തത് കൊണ്ടാണ് സ്വർഗ്ഗലോകത്തെ ഹല്ലല റളിയല്ലാഹുവിനെ പാറിക്കളിക്കാൻ അല്ലാഹു സൗഭാഗ്യം കൊടുത്തവളെ മറന്നു പോവല്ലേ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അറിവിന്ദിലാവ് കേൾക്കുന്ന ഓരോ ഉമ്മമാരോട് വാപ്പമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ മക്കളെ കല്യാണം ശരിയായിട്ടില്ല എന്ന് കരുതി കണ്ണുനീര് കുടിക്കല്ല ഉമ്മ. നിങ്ങളെ പൊന്നമോളെ കല്യാണം ശരിയായിട്ടില്ല എന്ന് കണ്ണുനീര് കുടിക്കല്ലേ. കാരണം ഖൈറായ ഒരു പുതുമാരൻ, ഖൈറായ ഒരു മരുമകനെ അല്ലാഹു നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാകും. അല്ലാഹു നിങ്ങൾക്ക് എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടാകും. അല്ലാഹുവേ, ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, എത്ര നേർച്ചകൾ ഞാൻ ചെയ്യുന്നുണ്ട്, എത്ര തവണ അല്ലാഹുവേ നിന്നോട് ഞാൻ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്, എത്ര സുഹൃതങ്ങളെ, എത്ര ഇബാദത്തുകൾ പർവ്വത സമാനമായ സർവ്വ ഇബാദത്തുകളും ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. മക്ബറയിലൊക്കെ പോകുന്നുണ്ട്. അല്ലാഹ് ഒരുപാട് നന്മകളുടെ കുംഭാരങ്ങളെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാഹ് എന്നിട്ട് പോലും എന്റെ കല്യാണം ശരിയായില്ലല്ലോ, എന്നിട്ട് പോലും എന്റെ പൊന്നുമോളെ കല്യാണം ശരിയായില്ലല്ലോ, എന്നിട്ട് പോലും എന്റെ പേരക്കുട്ടിയുടെ കല്യാണം ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ, സങ്കടപ്പെടേണ്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സുർഅത്ത് തസ്വീജിഹാ, കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് അല്ലാഹുവിന്റെ ബറക്കത്താണ്. ചില സഹോദരിമാർക്ക് ബറക്കത്ത് ലഭിക്കുന്നത് പെട്ടെന്നാണ്, ചില സഹോദരിമാർക്ക് വൈകിയാണ് ബറക്കത്ത് ലഭിക്കുന്നത്. അല്ലാഹുവേ, എങ്ങനെയാണെങ്കിലും ആ ബറക്കത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ആ ബറക്കത്തിനെ തരണേ. അല്ലാഹ്, ഞങ്ങളെ കുടുംബ ജീവിതത്തില് സമാധാനം തരണേ. അല്ലാഹ്, ഞങ്ങളെ കുടുംബ ജീവിതത്തില് നീ റാഹത്ത് തരണേ. അല്ലാഹ്, ഞങ്ങളെ കുടുംബ ജീവിതത്തില് നീ സന്തോഷം തരണേ. അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.